അപ്പോൾ നമുക്കിന്ന് കോഴിക്കാർപ്പ് വളർത്താൻ ആഗ്രഹിക്കുന്നവർ, ഹോബിയിസ്റ്റ് ആയിട്ടുള്ളവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ പലരും വന്ന് നമ്മുടെ ഷോപ്പിലൊക്കെ കോഴിക്കാർപ്പ് ഒറിജിനലാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ കോഴിക്കാർപ്പിൽ അല്ലെങ്കിൽ ഒറിജിനലോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റോ എന്ന് പറയുന്ന ആ ഒരു വെറൈറ്റി ഇല്ല, ഓരോ സ്ട്രെയിനുകളാണ്. അപ്പോൾ ഞാൻ അവരോട് തന്നെ ചോദിക്കും, എന്താ ഈ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റിന് എന്തെങ്കിലും? അപ്പോൾ പറയും ഇല്ല, പലരും പറഞ്ഞു തരുന്നുണ്ട് ഈ സ്കെയിൽലെസ് ഒറിജിനലാണ്, മറ്റേത് സ്കെയിലുള്ള പാറ്റേൺ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞു തരുന്നു, ഇന്ത്യൻ സ്ട്രെയിൻ ആണ് എന്ന് പറയുന്നു. അങ്ങനെ അതില്ല. ഇപ്പം പല ഇന്ത്യക്കകത്ത് ഇപ്പോൾ അവൈലബിലിറ്റി ഉള്ള പലതും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന ശേഷം ഇവിടെ ബ്രീഡ് ആയിട്ടുള്ളതാണ് പൊതുവെയുള്ള കാർപ്പുകൾ. പിന്നെ ഇമ്പോർട്ടഡ് കാർപ്പ് ഉണ്ട്, അതില്ല എന്നുള്ളതല്ല, ഇമ്പോർട്ടഡ് കാർപ്പുകൾ വരെ ഇപ്പോൾ വെളിരാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന കാർപ്പാകുമ്പോൾ അത് പ്യുവർ ബ്രീഡ് ആയിരിക്കും, അതിന് റേറ്റ് കുറച്ച് കൂടുതലാണ്. ഒരു 100-150 രൂപയ്ക്കൊന്നും ഒരിക്കലും ഇമ്പോർട്ട് ചെയ്ത് പുറത്തുനിന്ന് വരുന്ന സാധനങ്ങൾ കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. പലരും എന്ത് ചെയ്യുക, ആ ഒരു തെറ്റിദ്ധാരണയാണ്. വില കൂടുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് സാധാ മാർക്കറ്റിൽ കിട്ടുന്ന വിലയെ കേട്ടി കുറച്ചുകൂടി വില കൂടുമ്പോൾ അത് ഇമ്പോർട്ടഡ് കാർപ്പാണ് എന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ എന്നുള്ളതൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിന്റെ ക്വാളിറ്റിയാണ്, പലതരം സ്ട്രെയിനുകളുടെ ക്വാളിറ്റിയാണ്. ഇനി നമുക്ക് ഈ പറയുന്ന സ്ട്രെയിന് കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ നമ്മൾ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ഇത് ഏതൊരു കാലാവസ്ഥയായിട്ടും ഏതൊരു ടാങ്കുമായിട്ടും അഡോപ്റ്റ് ചെയ്ത് എത്ര ആൽഗിയുള്ള വാട്ടറിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷനുള്ള പോണ്ടിലോ അഡോപ്റ്റ് ആയി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഇതിനെ നമുക്ക് വളർത്താൻ പറ്റും. വെളി രാജ്യങ്ങളിലെല്ലാം ഈ കനാലുകളുള്ള സ്ഥലങ്ങളിൽ ഇത് വളർത്തുന്നുണ്ട്, വളരെ ഭംഗിയാണ്. ഏത് വെള്ളമായിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു.